നമസ്കാരം. നമസ്കാരം. നമ്മുടെ വിശ്വപൗരൻ ഡോക്ടർ ശശി തരൂർ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. അപ്പോൾ ഈ വിശ്വപൗരൻ എന്നുള്ള അത് നിങ്ങൾ എന്ത് അർത്ഥത്തിലാണ് ഈ വിശ്വപൗരൻ എന്ന് പറഞ്ഞ് ശശി തരൂരിനെ ഇങ്ങനെ അഭിസംബോധന ചെയ്യുന്നത് എന്നുള്ളതാണ് എൻ്റെ അങ്ങോട്ടുള്ള ചോദ്യം. ഏത് അർത്ഥത്തിലാണ് നിങ്ങൾ ഈ ശശി തരൂരിനെ വിശ്വപൗരൻ എന്ന് ഇങ്ങനെ സംബോധന ചെയ്യുന്നത്? കാര്യം ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം ഈ അടുത്ത കാലത്തായിട്ടാണ് അദ്ദേഹത്തിന് ഇത്രയും ഒരു ഗ്ലോറിഫൈ ആയിട്ട് അദ്ദേഹത്തിന് ഈ വിശ്വപൗരൻ എന്ന് സംബോധന ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം 3 വിവാഹം കഴിച്ചിട്ടുണ്ട്. പിന്നെ ലോകത്ത് എമ്പാടുമായിട്ട് അദ്ദേഹത്തിന് നിരവധി ഗേൾ ഫ്രണ്ട്സും ഉണ്ട്. അപ്പോൾ ഈ ഗേൾ ഫ്രണ്ട്സിന് ലോകത്തെമ്പാടും ഉള്ളത് കൊണ്ടാണോ അദ്ദേഹത്തെ വിശ്വപൗരൻ എന്ന് പറയുന്നത്, അതോ അത് വേറെ എന്തെങ്കിലും മറ്റു രീതിയിലാണോ? അപ്പം ഞാൻ ഈ മാധ്യമങ്ങളിലൊക്കെ നേരത്തെ വായിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശശി തരൂർ പിന്നെ UN-ലെ അണ്ടർ സെക്രട്ടറി ആയിരുന്ന സമയത്ത് അദ്ദേഹം ഈ അവിടുത്തെ PR ആയിരുന്നു. അപ്പം വേൾഡ് വൈഡായിട്ട് അദ്ദേഹത്തിന് സഞ്ചരിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. പല രാജ്യങ്ങളിലും ഈ UN-ൻ്റെ ഭാഗമായിട്ട് എല്ലാ രാജ്യങ്ങളിലും അദ്ദേഹത്തിന് പോകാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം ഒരു സഞ്ചാരിയായിരുന്നു. അപ്പോൾ ഒരു സഞ്ചാരിയായ ഒരാൾ എങ്ങനെയാണ് വിശ്വപൗരൻ എന്ന് നമ്മൾ സംബോധന ചെയ്യണം? അങ്ങനെയെങ്കിൽ നമ്മൾ സന്തോഷ് ജോർജ് കുളങ്ങരയല്ലേ നമുക്ക് പിന്നെ വിശ്വപൗരൻ എന്ന് നമുക്ക് സംബോധന ചെയ്യേണ്ടി വരില്ലേ? അങ്ങനെ എത്ര നമ്മളെ കോളത്തിൽ തന്നെ നിരവധി സായിപ്പന്മാർ വന്നു പോകാറുണ്ട്. അവരെല്ലാം നമുക്ക് വിശ്വപൗരന്മാരെന്ന് നമുക്ക് സംബോധന ചെയ്യേണ്ടി വരും. അത് നമ്മളെ യഥാർത്ഥത്തിൽ നമ്മുടെ സ്വാമി വിവേകാനന്ദനെ പോലെയുള്ള മഹത് വ്യക്തികൾ, അവരൊക്കെയാണ് ലോകത്ത് അറിയപ്പെടുന്ന ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന വിശ്വപൗരന്മാരെന്ന്. രവീന്ദ്രനാഥ് ടാഗോർ. അപ്പം അവരെയെല്ലാം അവഹേളിക്കുന്നതിന് തുല്യമാണ് നമ്മൾ ഇത്രയും സാക്ഷരത ഉണ്ടെന്ന് അവകാശപ്പെടുന്ന മലയാളികളായ നമ്മൾ ഈ ശശി തരൂരിനെ പോലെ ഒരു ആളിനെ വിശ്വപൗരൻ എന്ന് നിരന്തരം നമ്മളിങ്ങനെ സംബോധന. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി ഇത്തരം ചർച്ചകളിൽ ഈ ശശി തരൂരിനെ വിശ്വപൗരൻ എന്ന് സംബോധന ചെയ്യരുത്. നമുക്ക് അടുത്ത വിഷയത്തിലോട്ട് കിടക്കാം. നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കോൺഗ്രസിൻ്റെ ഒരു MP ആണ് ശശി തരൂർ. പക്ഷെ അദ്ദേഹം ഈ ഇടയ്ക്ക് തന്നെ CPM-നെ പ്രകീർത്തിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് കണ്ടു. അതുപോലെ തന്നെ BJP-യെയും മോദിയെയൊക്കെ പ്രകീർത്തിച്ചുകൊണ്ട് നമ്മൾ രംഗത്ത് വരുന്നത് കണ്ടു. അതും ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഒരു ലേഖനത്തിൽ അദ്ദേഹം CPM-ന്റെ ഓരോ നല്ല കാര്യം വികസനത്തിനെ കുറിച്ചാണ് അദ്ദേഹം പ്രകീർത്തിച്ചുകൊണ്ടുവരുന്നത്. അപ്പം പിന്നെ അതുകൂടാതെ തന്നെ അമേരിക്കയിൽ പോയ മോദിനെ പറ്റിയും അദ്ദേഹം വാനോളം പുകഴ്ത്തുന്നതാണ് കണ്ടത്. അദ്ദേഹം ഒരു കോൺഗ്രസ് MP ആണ്, എന്നിട്ടും BJP-യുടെ ഒരു നേതാവിനെ വാനോളം പുകഴ്ത്തുന്നതുണ്ട്. അപ്പൊ ഈ അദ്ദേഹം ഇങ്ങനെ ഇടയ്ക്കിടെ വിവാദങ്ങളിൽ ഇങ്ങനെ വന്ന് നിറയാനുള്ള കാരണം എന്തായിരിക്കും? ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ശശി തരൂർ വാസ്തവത്തിൽ ഒരു അൾട്രാ ഫെയിലുവർ MP ആണ്. കാര്യം അദ്ദേഹത്തിന് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാധ്യമ ശ്രദ്ധ, അതായത് ഈ മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചില ഗിമ്മിക്കുകൾ നടത്താറുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ വിശ്വപൗരൻ സ്വയം തന്നെ പ്രഖ്യാപിത വിശ്വപൗരനാവുക. പിന്നെ അദ്ദേഹത്തിന് വേറെ ഇവിടെ ഒന്നും ഒരു MP എന്നുള്ള നിലയ്ക്ക് വളരെ സമ്പൂർണ്ണ പരാജയമാണ് ശശി തരൂർ. ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാം 2009 ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഇവിടെ മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഇവിടെ ബാഴ്സലോണ ഇരട്ട നഗരമാക്കുമെന്ന് പറഞ്ഞു. തിരുവനന്തപുരം നഗരത്തെ ഇപ്പോൾ എടുത്ത് തിരുവനന്തപുരം നഗരത്തെ അതായത് യൂറോപ്പിലെ ഏറ്റവും മനോഹരമായ ഒരു നഗരം പോലെ ആക്കി മാറ്റുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, അപ്പോൾ ആ സമയത്താണ് നമ്മളിവിടെ വഞ്ചിയൂരിൽ ഈ ഹൈക്കോടതി ബെഞ്ചുമായിട്ട് ബന്ധപ്പെട്ട സമരം തുടങ്ങിയത്. അപ്പോൾ ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞു, ജയിച്ചു കഴിഞ്ഞാൽ ആദ്യം ഹൈക്കോടതി ബെഞ്ച് കൊണ്ടുവരുമെന്ന്. 15 കൊല്ലമായി തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ട് ഇന്ന് വരെ ഹൈക്കോടതി ബെഞ്ച് പോയിട്ട് ഒരു സ്കൂളിൻ്റെ ബെഞ്ച് പോലും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അപ്പം ഈ അദ്ദേഹത്തിൻ്റെ പരാജയം മറച്ചു വയ്ക്കാൻ വേണ്ടി അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു വലിയ ഹതഭാഗ്യനാണ്. അദ്ദേഹം ആദ്യത്തെ ഒരു ടൈം ജയിച്ചപ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന് മന്ത്രിയാവാൻ കഴിഞ്ഞത്. പിന്നീട് കോൺഗ്രസ് പോലും ഇന്ത്യയിൽ ഉണ്ടോ എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീട്ടുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആശങ്കയാണ്, നാളെ എന്ത് എന്നുള്ളൊരു ആശങ്കയാണ്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ഇങ്ങനെ മാറിയും മറിഞ്ഞും ചരിഞ്ഞും ചാഞ്ഞും എല്ലാം ഈ വടക്കൻ പാട്ടുകളിലെ വീരനായകന്മാരെ പോലെ ചാഞ്ഞും ചരിഞ്ഞും എല്ലാം അദ്ദേഹം വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം ഈ അടുത്ത കാലത്ത് തന്നെ നമുക്കറിയാം, ഈ 2024 അദ്ദേഹം ഒരു പ്രസ്താവന നേരത്തെ ഇറക്കിയിരുന്നു. 2026 ഏത് വിധേനയും ഈ പിണറായി സർക്കാരിനെ വലിച്ച് താഴെയിടണം. മാത്രമല്ല തിരുവനന്തപുരത്ത് വികസനം വരണമെന്നുണ്ടെങ്കിൽ പിന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ കോൺഗ്രസ് പിടിച്ചെടുക്കണമെന്ന് പറഞ്ഞിട്ട് 1 വർഷം പോലും തികഞ്ഞില്ല. അതിന് തൊട്ട് പിന്നാലെയാണ് അദ്ദേഹം ഇപ്പോൾ വീണ്ടും പിണറായിയെ പിടിച്ചത്. അപ്പോൾ എന്തോ അതിൻ്റെ പിന്നിൽ വലിയൊരു ലക്ഷ്യം അല്ലെങ്കിൽ ഇല്ലാതെ തരൂർ ഒരിക്കലും അങ്ങനെ പറയാൻ സാധ്യതയില്ല. നമുക്കറിയാം, ശശി തരൂർ തുടരെ കുറേ വർഷങ്ങളായിട്ട് തിരുവനന്തപുരത്തെ MP ആണ്. അപ്പോൾ ഈ തിരുവനന്തപുരത്ത് കാണുന്ന വികസനങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ സംഭാവനയല്ലേ?
തിരുവനന്തപുരത്ത് അദ്ദേഹം ഒരു സംഭാവനയും നടത്തിയിട്ടില്ല. ആകപ്പാടെ ഉള്ള സംഭാവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബുക്കുകൾ കോടിക്കണക്കിന് രൂപയ്ക്ക് ബുക്കുകൾ വിറ്റഴിച്ചു പോയി. അതിന് അദ്ദേഹത്തിന് ഒരുപാട് റോയൽറ്റി കിട്ടി. ഈ 15 കൊല്ലം അദ്ദേഹത്തിന് സുഖമായിട്ട് സ്വസ്ഥമായിട്ടിരുന്ന് പുസ്തകങ്ങൾ എഴുതാനുള്ള ഒരു അവസരം കിട്ടി. കാര്യം ഒരു MP എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ഒരു ജോലിയില്ല. അങ്ങനെയാണെങ്കിൽ വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കേരളത്തിൽ 1.5 ലക്ഷം കോടിയുടെ റോഡിൻ്റെ വികസന പ്രവർത്തനങ്ങളാണ് നിതിൻ ഗഡ്കരി ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ, കഴിഞ്ഞ മോദി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നൽകിയത്. കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വികസന പ്രവർത്തനങ്ങൾ ഉണ്ടായി. റോഡിൽ ഭയങ്കരമായ റോഡ് വികസനങ്ങളാണ്. നാഷണൽ ഹൈവേകൾ, മലയോര ഹൈവേകളെല്ലാം വൻ രീതിയിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ വികസനത്തിൻ്റെ എല്ലാം പിന്നിൽ ശശി തരൂരാണെന്ന് നമുക്ക് പറയേണ്ടി വരും. അതെങ്ങനെ പറയാൻ കഴിയും? ശശി തരൂരിൻ്റെ കഴിവുകൊണ്ടല്ല, ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഓരോ കാലാകാലങ്ങളായി കേന്ദ്ര സർക്കാർ പുതിയ റോഡ് വികസന പദ്ധതികൾ കൊണ്ടുവരുന്നു. ആ പദ്ധതികൾ അവർ കേരളത്തിലും കൂടെ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. അല്ലാതെ ശശി തരൂർ ഇവിടെ യാതൊരു വികസനവും കൊണ്ടുവന്നിട്ടില്ല. ഇപ്പം വിഴിഞ്ഞം തുറമുഖം ശശി തരൂരിൻ്റെ സംഭാവനയല്ല. മോദി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രൂപീകൃതമായതും അതിൻ്റെ പണികളെല്ലാം വളരെ ത്വരിതഗതിയിൽ നടന്നതും വളരെ വേഗത്തിൽ ഇന്ന് കേരളത്തിൽ എമ്പാട് നടന്നുകൊണ്ടിരിക്കുന്ന നാഷണൽ ഹൈവേ, ദേശീയപാതയുടെ വികസനങ്ങളെല്ലാം തന്നെ മോദി സർക്കാരിൻ്റെ സംഭാവനയാണ്. കേന്ദ്ര സർക്കാർ കയ്യും മെയ്യും മറന്ന് ലക്ഷക്കണക്കിന് കോടി രൂപ കേരളത്തിലേക്ക് ഒഴുക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം കാണുന്നത്. അപ്പോൾ തിരുവനന്തപുരത്തേക്ക് മാത്രമായിട്ടൊരു വികസന പ്രവർത്തനം ഇവിടെ നടന്നിട്ടില്ല. അങ്ങനെ തിരുവനന്തപുരത്തേക്ക് മാത്രമായിട്ടൊരു വികസന പ്രവർത്തനം നടന്നുവെങ്കിൽ നമുക്ക് പറയാം അത് ശശി തരൂരിൻ്റെ എഫേർട്ട് കൊണ്ട് ഉണ്ടായ ഒരു വികസന പ്രവർത്തനം. അങ്ങനെ ഒന്നും നടന്നിട്ടില്ല. ഇപ്പോൾ കാസർഗോഡ് നടക്കുന്നുണ്ട്, തൃശ്ശൂർ നടക്കുന്നുണ്ട്, എറണാകുളത്ത് വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. കേരളത്തിൻ്റെ നാഡീ ഞരമ്പുകളാണ് ഈ റോഡുകൾ എന്ന് പറയുന്നത്. ആ എല്ലാ സ്ഥലങ്ങളിലും വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല തിരുവനന്തപുരം നഗരത്തിൽ 400 കോടി രൂപയുടെ കേന്ദ്ര പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നഗരവികസന പദ്ധതിയുടെ ഭാഗമായിട്ട് നിരവധി റോഡുകൾ ഇപ്പോൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ്. ഇതൊന്നും ശശി തരൂർ അവിടെ ചെന്നിട്ട് മോദിയെ കണ്ടിട്ട് ഒരു നിവേദനം എഴുതി കൊടുത്ത് അങ്ങനെ നടപ്പിലാക്കി കൊണ്ടുവന്ന പദ്ധതികളല്ല. ഇത് കേന്ദ്രം നടപ്പിലാക്കുന്ന ഓരോ പദ്ധതികളുടെ വിഹിതം കേരളത്തിന് കിട്ടുന്നു, അത് കേരളത്തിൽ നടപ്പിലാകുന്നു. പിന്നെ മറ്റൊരു വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡ് വികസനത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥലമെടുപ്പിലും കാര്യങ്ങളിലും എല്ലാം സംസ്ഥാന സർക്കാരിൻ്റെയും കൂടെ ഒരു സഹകരണം ഉണ്ടായി എന്നുള്ളത് ഒരു വസ്തുതയാണ്. അല്ലാതെ ശശി തരൂർ ഇവിടെ യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ല. മാത്രമല്ല അദ്ദേഹം നിരവധി 25ഓളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്നത്. അദ്ദേഹം തന്നെ ഒരു ചർച്ചയിൽ പറഞ്ഞതാണ്. ഈ പുസ്തകങ്ങൾ വിറ്റിരുന്ന് 100 രൂപ പോലും തിരുവനന്തപുരത്തെ ഏതെങ്കിലും വോട്ടിട്ട പാവങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ പിന്നെ ശശി തരൂർ എന്താണ് വിളിച്ചത്? അദ്ദേഹത്തിന് വീണ്ടും ഇനി ഒരു 5 കൊല്ലം കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ അദ്ദേഹം സർക്കാർ ചെലവിലിരുന്ന് സർക്കാർ ഗസ്റ്റ് ഹൗസിൽ എവിടെയെങ്കിലും ഇരുന്ന് അദ്ദേഹത്തിന് കുറേ പുസ്തകങ്ങൾ എഴുതി സുഖജീവിതം നയിക്കാന്നുള്ളതല്ലാതെ തിരുവനന്തപുരത്തുകാർക്ക് യാതൊരുവിധ, സത്യം പറയാൻ ഏറ്റവും കൂടുതൽ കബളിപ്പിക്കപ്പെട്ട ഒരു ജനമെന്ന് പറയുന്നത് തലസ്ഥാനവാസികളാണ്. കാര്യം വളരെ നിഷ്പ്രയാസമാണ് ശശി തരൂർ ഓരോ പ്രാവശ്യവും തലസ്ഥാനവാസികളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഓരോ പ്രാവശ്യം ഇലക്ഷന് മത്സരിക്കുന്ന സമയത്ത് ഓരോരോ വാഗ്ദാനങ്ങൾ തരും. യാതൊരുവിധ വാഗ്ദാനങ്ങൾ ഇതുവരെ നിറവേറ്റില്ല. സാധാരണക്കാരന് പ്രയോജനമുള്ള യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. വിദ്യാഭ്യാസ മേഖലയിൽ എടുത്താലും ശരി തന്നെ, റോഡ് വികസനത്തിൽ എടുത്തിരുന്നാലും അല്ലെങ്കിൽ മറ്റ് വ്യവസായ മേഖലയിൽ എടുത്തിരുന്നാലും ശശി തരൂരിൻ്റെ മേന്മ കൊണ്ട് ഇവിടെ യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും ഉണ്ടായിട്ടില്ല. അത് അദ്ദേഹം കോൺഗ്രസ്സുകാർ പോലും അത് അംഗീകരിക്കില്ലല്ലോ. ശശി തരൂർ ഏതെങ്കിലും വികസന പ്രവർത്തനം നടത്തിയെന്ന് ഏതെങ്കിലും കോൺഗ്രസ്സുകാർ സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ മുതൽ അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നത് സത്യമാണെന്ന് നമുക്ക് തിരുത്തി പറയാം. അങ്ങനെ ഒരിക്കലും കോൺഗ്രസ്സുകാർ ഒരു കാര്യം, കോൺഗ്രസ്സുകാർക്ക് പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഒരു എടുക്കാ ചരക്കാണ് ശശി തരൂർ എന്നാണ് കോൺഗ്രസ്സുകാർ. എന്തിനാണ് ഇദ്ദേഹത്തിനെ പോലെ ഒരാളിനെ തിരുവനന്തപുരത്ത് കോൺഗ്രസ്സിന് വേണ്ടി കഷ്ടപ്പെട്ട നിരവധി നേതാക്കളും അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടി കഷ്ടപ്പെട്ട നിരവധി പാർട്ടിക്കാരും ഉള്ള സ്ഥലത്ത് എന്തിനാണ് ശശി തരൂരിനെ പോലെയുള്ള ശശി തരൂരിൻ്റെ പുസ്തകം എഴുതിയതുകൊണ്ട് തിരുവനന്തപുരത്ത് യാതൊരു വികസനം ഉണ്ടാകാൻ പോകില്ല. കേരളത്തിലെ കോൺഗ്രസ്സുകാരെയൊന്നും നാളെ മുതൽ ഉദ്ധരിക്കാനോ അദ്ദേഹത്തിനെ കൊണ്ട് കഴിയില്ല. അപ്പോൾ ശശി തരൂർ ഇപ്പോൾ കാണിക്കുന്നതെല്ലാം അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ചില പൊടിക്കൈകൾ മാത്രമാണെന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇപ്പം സാറ് തന്നെ പറഞ്ഞു ശശി തരൂർ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഓരോരോ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്. CPM നമ്മൾ അനുകൂലിച്ച് പറയുന്നതും കേട്ടിട്ടുണ്ട്, BJP അനുകൂലിച്ച് പറയുന്നതും കേട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം കോൺഗ്രസ് വിട്ട് വേറെ ഏതെങ്കിലും പാർട്ടിയിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നുണ്ടോ? ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഇനി വേറൊരു പാർട്ടിയിലേക്ക് പോകാൻ വളരെ സാധ്യത കുറവാണ്. കാര്യം ഇപ്പോൾ അദ്ദേഹത്തിന് ഏകദേശം 68 വയസ്സ് കഴിഞ്ഞു എന്നാണ് പുറത്തുള്ള രേഖകൾ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. കാര്യം ഇനി അദ്ദേഹത്തിന് അങ്ങനെ ഇനിയൊരു അംഗത്തിനുള്ള ബാല്യം വളരെ കുറവാണ്. പിന്നെ ചിലപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം ഈ BJPയിലേക്ക് ചാഞ്ഞുകൂടാന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് BJPക്ക് നല്ല അടിത്തറയുള്ള ഒരു മണ്ഡലമാണ് തിരുവനന്തപുരത്ത്. കഴിഞ്ഞ പ്രാവശ്യം
ഈ അവസാന ഘട്ടത്തിലാണ് ഈ തീരദേശ മേഖലയിൽ ഉള്ള ഒരു വോട്ടിൻ്റെ വ്യത്യാസം വന്നപ്പോഴാണ് പിന്നെ നമ്മൾ രാജീവ് ചന്ദ്രശേഖർ വളരെയധികം പിന്നിലോട്ട് പോയത്. മാത്രമല്ല നമ്മുടെ മുമ്പിൽ വലിയ ഒരു കണക്കുകൾ മുമ്പിൽ ഉണ്ട്. അതായത് ഒ രാജഗോപാലും ശശി തരൂരും തമ്മിൽ തലസ്ഥാനത്ത് മത്സരിക്കുമ്പോൾ വെറും 15,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ അന്ന് ശശി തരൂരിന് കിട്ടിയുള്ളൂ. ശശി തരൂർ അതിന് തൊട്ടും ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ 1,00,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ഒ രാജഗോപാലും ശശി തരൂരും മത്സരിക്കുന്ന സമയത്ത് വെറും 15,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ ശശി തരൂരിനെ വേണമെങ്കിൽ പരാജയപ്പെടുത്താൻ പറ്റിയ ഒരു സാഹചര്യവും തിരുവനന്തപുരത്ത് നിലനിൽപ്പുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം മാത്രമല്ല, നമുക്ക് ആ ഒരു വസ്തുത കൂടി പറഞ്ഞിട്ട് ഈ ചർച്ച നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. കാര്യം അന്ന് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ച സമയത്ത് BJPക്ക് പറ്റിയ ഒരു പാളിച്ചയാണ്. ആ സമയത്ത് ഏതെങ്കിലും ഒരു ലത്തീൻ സമുദായത്തിൽ നിന്നോ അല്ലെങ്കിൽ നാടാർ സമുദായത്തിൽ നിന്നോ ഏതെങ്കിലും ഒരു പ്രമുഖനെ ഈ മത്സരിപ്പിച്ചിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഒരു റിബൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിച്ചിരുന്നുവെങ്കിൽ ഈ രാജഗോപാലിൻ്റെ ഇലക്ഷൻ ഉണ്ടായ ഒരു സമാനമായ ഒരു അവസ്ഥ ഉണ്ടാവുകയും രാജീവ് ചന്ദ്രശേഖർ ജയിക്കുകയും. അപ്പോൾ അതായത് ഒ രാജഗോപാൽ മത്സരിച്ച സമയത്ത് നീലലോഹിതദാസൻ നാടാർ LDFൻ്റെ റിബലായിട്ടാണ് മത്സരിച്ചിരുന്നത്. അപ്പം നാടാർ സമുദായത്തിൽപ്പെട്ട വലിയൊരു വിഭാഗം വോട്ട് നീലലോഹിതദാസൻ നാടാർ പിടിക്കുകയും തരൂരിൻ്റെ ഉള്ള വോട്ട് വലിയ തോതിൽ കുറയുകയും ചെയ്തു. അപ്പം തരൂരിന് വെറും 15,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമാണ് കിട്ടി. അങ്ങനെ ഒരു രാഷ്ട്രീയ തന്ത്രം മെനയാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്ക് സാധിക്കാതെ പോയത് കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ തലസ്ഥാനത്ത് തോറ്റത്. ഒരുപക്ഷെ ഇനി അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് വരികയാണ്. BJP ഇതെല്ലാം ഓരോന്നിന്നാണല്ലോ പുതിയ പുതിയ പാഠങ്ങൾ പഠിക്കാൻ. BJP അടുത്ത് അത്തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയെ മുന്നിൽ നിർത്തി, അല്ലെങ്കിൽ ഒരു റിബൽ സ്ഥാനാർത്ഥിയെ കൂടെ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു മത്സരം നടത്തുകയാണെങ്കിൽ, ഒരു ചതുഷ്കോണ മത്സരം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് തിരുവനന്തപുരം BJP പിടിച്ചെടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം. കാര്യം അതിന് അനുകൂലമായ ഘടകങ്ങൾ തിരുവനന്തപുരത്ത് ധാരാളമുണ്ട്. അപ്പോൾ ഇതെല്ലാം ശശി തരൂരിനെ ഒരുപക്ഷെ അലട്ടുന്നുണ്ടാവും. മാത്രമല്ല, കോൺഗ്രസിലെ ഗ്രൂപ്പിസം വളരെ സജീവമാണ്. ശശി തരൂരിന് ഗ്രൂപ്പായിട്ട് ഇവിടെ നിൽക്കാനായിട്ട് അധികം ആരുമില്ല. അങ്ങനെയൊക്കെ ഉള്ള ഒരു ഒറ്റപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഇനിയൊരു തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വലിയ ഹിമാലയൻ ടാസ്ക്കാണ്. കാര്യം ആളുകളുടെ അനുയായികളുടെ പിന്തുണയില്ലാതെ ഒരിക്കലും ഒരു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അദ്ദേഹം നോക്കുന്നത് ചിലപ്പോൾ ഒരു പക്ഷേങ്കിൽ അദ്ദേഹം ഒരു BJP കാൻഡിഡേറ്റായിട്ട് നിന്നുകൂടാ എന്നുള്ളതും നമുക്ക് പറയാൻ കഴിയില്ല. കാര്യം കോർപ്പറേറ്റുകളുടെ BJP കാൻഡിഡേറ്റായിട്ട് നിൽക്കുമ്പോഴുള്ളൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർപ്പറേറ്റുകളുടെ പിന്തുണയും അദ്ദേഹത്തിന് കിട്ടും. കേന്ദ്ര സർക്കാരിൽ ഇനി ഒരു വലിയ രീതിയിൽ അദ്ദേഹത്തിന് ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. കാര്യം കേന്ദ്രത്തിൽ BJP ഭരണം ഉള്ളതുകൊണ്ട് അദ്ദേഹം തലസ്ഥാനത്ത് MP ആകണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്ക് തിരുത്തി പറയേണ്ടി വരും. കാര്യം ശശി തരൂരിന് വലിയ തോതിലുള്ള വികസനങ്ങൾ കൊണ്ടുവരാൻ കഴിയും. കാര്യം അദ്ദേഹം ഒരു BJP MP ആകുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് കാണുന്ന തിരുവനന്തപുരത്തിൻ്റെ 100 ഇരട്ടി വികസനങ്ങൾ അദ്ദേഹത്തിന് കൊണ്ടുവരാൻ കഴിയുമായിരുന്നു. അങ്ങനെ ഒരു നിരാശാബോധം ശശി തരൂരിൻ്റെ ഉള്ളിൽ ഉണ്ടോ എന്ന് നമ്മളിപ്പോൾ സംശയിക്കണം. അതുകൊണ്ട് ഒരുപക്ഷെയെങ്കിൽ ശശി തരൂർ BJPയിലേക്ക് പോയിക്കൂടാ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല.